ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ ആദ്യത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ കുറിച്ചാണ്. അപ്പോൾ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് 2 ദിവസം മുന്നേ അവരുടെ പുതിയൊരു അപ്ഡേറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, ബിസിനസ് അപ്ഡേറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അവർ 24% ഒരു AUM ഗ്രോത്താണ് നമ്മുടെ Q1 ഓഫ് FY26 അവർ കൊണ്ടുവന്നിരിക്കുന്നത്. 24% AUM ഗ്രോത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുൻകാലത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുൻകാലത്തെ ഇപ്പം FY25 Q2 റിസൾട്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവന്നേക്കുന്ന AUM ഗ്രോത്ത് എത്ര പെർസെൻറ്റേജിൻ്റെ ആയിരുന്നു? 26.5%, 26.5 അല്ലെ, 26% ഒരു AUM ഗ്രോത്താണ് മുന്നേ Q2 ഓഫ് FY25 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമുള്ള അടുത്ത Q3 വന്നു കഴിഞ്ഞപ്പോൾ അത് ഏകദേശം ഒരു 25.5 പിന്നെ Q4 അത് 25.5 അപ്പം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവരുടെ ഗ്രോത്ത് കുറഞ്ഞുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു കൺസേൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ നമ്മുടെ ആധാർ ഹൗസിംഗ് ഫിനാൻസ്, അതുപോലെ തന്നെ ആപ്റ്റസ്, അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഈ പ്രാവശ്യത്തെ റിസൾട്ട് അത്യാവശ്യം നല്ല റിസൾട്ടായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം ഈ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുമ്പം ആധാർ ഹൗസിംഗ് ഫിനാൻസിനേക്കാളും ആപ്റ്റസിനേക്കാളും ഒക്കെ വലിയ കമ്പനിയാണ്. ഏകദേശം 1,20,400 കോടി രൂപയുടെ AUM അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉള്ളൊരു കമ്പനിയാണ് നമ്മുടെ ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. അപ്പം അത്യാവശ്യം വലിയൊരു കമ്പനിയാണ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം, നമ്മുടെ ആധാറിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അവർക്ക് വെറും 20,000, 25,000 അത്ര മാത്രമേ അവരുടെ 25,000 കോടിയാണ് കേട്ടോ, 20,000, 25,000 കോടി രൂപയുടെ ഒരു AUM മാത്രമേ ഈ പറയുന്ന കമ്പനികൾക്കുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ ബേസ് വെച്ചിട്ട് നമ്മുടെ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ഇത്രയും ഒരു 24% ഒരു AUM ഗ്രോത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ഇൻവെസ്റ്ററിൻ്റെ കണ്ണിലൂടെ നോക്കിക്കഴിയുമ്പം നമുക്ക് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുണം തരുമോ, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്കതൊരു എന്താ പറയുക, നമ്മുടെ ഷെയർ പ്രൈസിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻക്രിമെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. വളരെ സ്ലോ ആയിട്ടുള്ള രീതിയിൽ ഒരു ഗ്രോത്ത് ഷെയർ പ്രൈസിൽ ഇത് കാരണം ഉണ്ടാവും, അത് സംശയമൊന്നുമില്ല. കാരണം 24% ഗ്രോത്ത് ഉണ്ട്. പക്ഷേ അത് മുന്നോട്ട് പോകുമ്പം ഈ ഒരു പേസിൽ തന്നെ അവർക്ക് വളരാൻ പറ്റുമോ എന്നുള്ളതും വളരെ കൺസേണിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ കമ്പനിയായി മാറി ബജാജ് ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കമ്പനിയാണ്. നമ്മുടെ ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ തന്നെ വൺ ഓഫ് ദ ബിഗസ്റ്റ് കമ്പനിയാണ് നമ്മുടെ ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. അപ്പം ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ഇനി ഫർദർ ഗ്രോത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമാണ്. നടക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇതിലൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സെക്ടറിൽ, നമ്മുടെ ഹൗസിംഗ് ഫിനാൻസ് സെക്ടറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുറേയധികം കമ്പനികളുണ്ട്. ഇപ്പം നമ്മുടെ ഹോം ഫസ്റ്റ് ഹൗസിംഗ് ഫിനാൻസ്, അതുപോലെ തന്നെ ഇന്ത്യ ഷെൽട്ടർ ഹൗസിംഗ് ഫിനാൻസ്, ഇവരെല്ലാം 30-35% AUM ഗ്രോത്താണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ഈ ഒരു ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ ആ ഒരു സ്പീഡ് കുറച്ച് കുറവാണ്. അപ്പം ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ബജാജ് ഹൗസിംഗ് ഫിനാൻസ് നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ പേഴ്സണലി ബജാജ് ഹൗസിംഗ് ഫിനാൻസിൽ പൊസിഷൻസ് എടുത്തിട്ടില്ല. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷനായിട്ട് കാണണ്ട, ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി നല്ല കമ്പനിയാണ്, പക്ഷേ സമയമെടുക്കും ഇതിൽ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷേ അതിനേക്കാളും നല്ല കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ടറിലുള്ള എല്ലാ കമ്പനികളും കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യണം. ഒരു കമ്പനി മാത്രം ട്രാക്ക് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ബാക്കിയുള്ള എല്ലാ ആ ഒരു പിയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബജാജ് ഹൗസിംഗ് ഫിനാൻസിനെ നല്ല രീതിയിൽ തന്നെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ക്വാർട്ടേർലിയും ഞാൻ നോക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പം ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഏർണിംഗ് റിസൾട്ട്സ് എല്ലാം വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.